പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30-നും. നല്ല സൂപ്പർ മാങ്ങയ. നിർത്തടി. കുറെ നേരം എന്നിട്ട് ഷോ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് നിയമം കാറ്റിൽ പറത്തി ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ഞങ്ങൾ പോലീസുകാരെ മുഴുവൻ നീ നാട്ടുകാരുടെ മുമ്പിൽ മണ്ടന്മാരാക്കി. എന്നിട്ടിപ്പൊ പച്ചമാങ്ങയായിട്ട് വന്നിട്ട് ലോഹി കൂടെ വന്നിരിക്കുന്നു. മാഡം, ഞാനേ ഇവിടെ വന്നത് എന്റെ ചേച്ചിയെ കാണാനാ. കണ്ടു. ഇനി വന്ന വഴി പോവുകയും ചെയ്യും. വെറുതെ അതിനിടയ്ക്ക് വന്ന് ഓരോന്ന് പറഞ്ഞ് സ്വയം നാണം കെടാൻ നിക്കണ്ട. ഇത് നിങ്ങളുടെ സീനല്ല. മാഡം പോവാൻ നോക്ക്. അനിതേ, വെറുതെ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? കുറച്ചു നേരം പുറത്തു പോയി കാറ്റുകൊള്ള. വേണമെങ്കിൽ കാമുകനെ വിളിച്ച് സംസാരിച്ചോ. ഇവിടെ ഉള്ളവർക്ക് അത്രയെങ്കിലും സമാധാനം കിട്ടട്ടെ. ചെല്ലു. നീ എന്താ മെഡിസിൻ പഠിക്കല് നിർത്തിയിട്ട് മാങ്ങ വിൽക്കാൻ ഇറങ്ങിയിരിക്കുവാണോ? ഇത് കാശിന് വേണ്ടിയൊന്നുമല്ല. നമ്മുടെ നാടിനു വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് എന്റെയും എന്റെ ഭർത്താവിന്റെയും വക ഒരു സമ്മാനം. അത്രേ ഉള്ളൂ. ഓ, അപ്പോ കൈക്കൂലിയാണല്ലേ? ഓ, ഇനി അങ്ങനെ പറഞ്ഞ് ആ കേസും കൂടി എന്റെ തലയിൽ കെട്ടിവെക്ക്. അല്ലെങ്കിലും നിങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് എന്നെ പറഞ്ഞാ മതി. മര്യാദയ്ക്ക് മാങ്ങ പഴുക്കാൻ കാത്തിരുന്ന് വീട്ടിലിരുന്ന് കഴിച്ചാ മതിയായിരുന്നു. ആർക്കും വേണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോക്കോളാം. എന്നാ ശരി. അല്ല മോളെ മഹിമേ, ഏതായാലും ഇതുവരെ കൊണ്ടുവന്നതല്ലേ, ഇങ്ങോട്ട് തന്നേക്ക്. അങ്ങനെ വഴിക്ക് വന്ന എല്ലാവർക്കും കൊള്ളാം. തന്നെ ഞാൻ നോക്കട്ടെ. അയ്യടാ, ഇതേ എന്റെ അനിയത്തി എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാ. മാങ്ങ വേണമെങ്കിലേ കാശ് കൊടുത്ത് വാങ്ങിക്കേ. ഓ, എന്തൊരു ജാട. ആ, ജാട തന്നെയാ. നീ എന്തിനെ കാണണമെന്ന് പറഞ്ഞത്? പറയാനുള്ളത് എന്താന്ന് വെച്ചാ വേഗം പറ. എനിക്ക് ഹോസ്പിറ്റലിൽ നല്ല തിരക്കുണ്ട്. ചേച്ചി എന്തിനാ കിടന്ന് വെപ്രാളം പിടിക്കുന്നത്? എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതൊക്കെ ചേച്ചി മനസമാധാനമായിട്ടൊന്ന് കേൾക്കണം. എനിക്ക് നീ പറയുന്നത് ഒന്നും കേൾക്കണ്ട. കഴിഞ്ഞ തവണ നീ പറയുന്നത് കേട്ടതിന്റെ ഫലമാ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നത്. രാത്രി കിടന്ന ഉറക്കം വരില്ല. എന്റെ ഭർത്താവ് എപ്പോഴാ എന്നെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ പോകുന്നതെന്ന പേടിയാ. അതിന്റെ കൂടെ ഇപ്പോ നിനക്ക് കള്ള മെഡിക്കൽ റിപ്പോർട്ട് എഴുതി തന്നതിന് എന്റെ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്റെ ഈശ്വര, ഇത് നശിച്ച സമയത്താണവോ നീ എന്റെ ലൈഫിലേക്ക് കേറി വന്നത്? ചേച്ചി വെറുതെ ഇങ്ങനെ തളർന്നു പോരുത്. ഞാൻ കാരണം ചേച്ചിക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല. ചേച്ചിയുടെ നാടകം പൊളിഞ്ഞ ഞാനും പെടില്ലേ? അതുകൊണ്ട് ചേച്ചിയെ സംരക്ഷിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാ. ചേച്ചി ശരിക്കും പേടിക്കേണ്ടത് മഹിമയാ. അവൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവക്ക് എപ്പ വേണമെങ്കിലും സത്യങ്ങൾ വിളിച്ചു പറയാം. നമ്മളെ രണ്ടുപേരെയും കളിപ്പാവകളെ പോലെ ഉപയോഗിക്കുന്നത് അവളാ. എന്നെ കൊണ്ടവള് ഗോപാൽജിക്കെതിരെ എന്തൊക്കെയാ ചെയ്യിപ്പിക്കുന്നതെന്ന് ചേച്ചിക്ക് അറിയാവോ? ഇതെല്ലാം ഗോപാൽജി അറിഞ്ഞ എന്റെ അവസാനമായിരിക്കും. സഞ്ജു എന്നെ ഉപേക്ഷിക്കുന്ന കാര്യം ഉറപ്പാ. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവും. ഞാനും മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. മഹിമ എന്തായാലും നിന്നെ പോലെയല്ല. അവൾ ആരെയോ ഉപദ്രവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കവള് വാക്ക് തന്നിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ മാത്രം ചേച്ചി ഒരു മണ്ടിയാണോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവള് പറയുന്നത് ചേച്ചി കേട്ടില്ലെങ്കിൽ എല്ലാ സത്യങ്ങളും അവള് തുറന്നു പറയും. പിന്നെ നമ്മുടെ ജീവിതം തകരുന്നതിൽ നിന്നും രക്ഷിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവളെ കൊണ്ട് ഇങ്ങനൊരു അപകടം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? നമ്മള് നിസ്സഹായരല്ലേ? അങ്ങനെ തീരുമാനിക്കൊന്നും വേണ്ട. എന്റെ കയ്യിലൊരു പ്ലാനുണ്ട്.
അത് കൃത്യമായി നടപ്പിലാക്കിയ അവളെ കൊണ്ട് നമുക്കുള്ള ശല്യം ഒഴിവാവും. ഒഴിവാക്കുക എന്ന് പറയുമ്പോ നീ അവളെ കൊല്ലാൻ പോവാണോ? ശ്ശേ, ഞാൻ അത്ര ദുഷ്ടയൊന്നുമല്ല. നമ്മുടെ ഉദ്ദേശം എന്താ? മഹിമയ്ക്ക് ഒരു തരത്തിലും നമ്മളെ ഭീഷണിപ്പെടുത്താൻ പറ്റരുത്, അല്ലേ? അതെ. അവള് നമ്മളെ പേടിപ്പിക്കുന്നത് ഇല്ലാത്ത എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞിട്ടല്ലേ? അത് വെച്ചിട്ട് തന്നെ അവക്ക് 8ന്റെ പണി കൊടുക്കാം. എന്തുപറ്റി? സ്റ്റേഷനിൽ നിന്ന് സാധാരണ വരുമ്പോ ഒന്നുകിൽ ദേഷ്യത്തിലോ അല്ലെങ്കിൽ സങ്കടത്തിലോ ആണല്ലോ വരാറുള്ളത്. ഇന്നെന്താ പതിവില്ലാത്തൊരു സന്തോഷം? അങ്ങനൊന്നുമില്ല. ഇതെന്താ മോളെ? ഇത് പച്ചമാങ്ങയാ. എന്തിനാ മോളെ നീ ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിയത്? നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇവനോട് പറഞ്ഞാ പറിച്ചു തരില്ലേ? ഇത് ഞാൻ വാങ്ങിയതല്ല, മഹിമ കൊണ്ടുവന്ന് തന്നതാ. ഇത് ഞാൻ വാങ്ങിയതല്ല, മഹിമ കൊണ്ടുവന്ന് തന്നതാ. ചുമ്മാതല്ല നീ ഇത്ര സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി വന്നത്. മഹിമയായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തല്ലേ? അങ്ങനൊന്നുമില്ല. അവള് സ്റ്റേഷനിലേക്ക് ഇതും കൊണ്ട് വന്നു. വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചാ എല്ലാവരുടെയും മുമ്പില് ഞങ്ങൾ തമ്മിൽ ശത്രുതയിലാണെന്ന് വരില്ലേ? അങ്ങനെ ബാക്കിയുള്ളവർ സന്തോഷിക്കണ്ടെന്ന് കരുതി ഞാനിത് വാങ്ങിച്ചു വെച്ചു. അത്രേ ഉള്ളൂ. ഓ, അങ്ങനെ ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് വാങ്ങിച്ചെങ്കിൽ വരുന്ന വഴിക്ക് ഇത് കളയായിരുന്നില്ലേ? എന്തിനാ വീട്ടിലേക്ക് കൊണ്ടുവന്നത്?